സമൂസ ഷീറ്റ് വെച്ചിട്ട് ഫോൾഡ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് അറിയില്ല സമൂസ ഷീറ്റ് വെച്ച് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ആദ്യം നമ്മൾ സമൂസ ഷീറ്റ് എടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഇതുപോലെ സൈഡ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെങ്ങനെ കോണ് പോലെ ആക്കിയിട്ട് അങ്ങ് മടക്കിയെടുക്കുക, ഈ ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട്. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഏത് ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡ് മാത്രം ഈ ഒരു കോർണറില്ലേ, ഈ ഒരു കോർണർ കറക്റ്റാക്കിയിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഒരു ഭാഗം വെള്ളത്തിലൊന്നങ്ങ് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതിന് മൈദയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം ഒന്നങ്ങ് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ബാക്കി ഭാഗം മടക്കിയതിന് ശേഷം ഇനി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളുടെ സൂപ്പർ ആയിട്ടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഞാൻ ശരിയാക്കി കാണിച്ചു തരാം. ഇതുപോലെ ഫസ്റ്റ് നമ്മൾ കോണായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ്, അതായത് സമൂസയുടെ ഈ ഭാഗം മടക്കിയിട്ട് അതിന് കറക്റ്റായിട്ടിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒന്നും കൂടി അങ്ങ് മടക്കി കൊടുത്തിട്ട് ബാക്കി ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഒട്ടിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട, ഇത്ര പണിയുള്ളൂ സമൂസ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് സമൂസ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ഡീപ്പ് ഫ്രൈ വേണം ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതാ നല്ല സൂപ്പർ സമൂസ റെഡി. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.